ഇതാണ്ട് ഗിയർ കണ്ടോ, ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഡിയിലേക്ക് ഇട്ടു. അപ്പോൾ എല്ലാ സ്ക്രീനിലും എഴുതി കാണിക്കും. ഓട്ടോമാറ്റിക് മോഡ്. അത് മാറ്റണമെങ്കിൽ മാനുവൽ ഓടിക്കണമെങ്കിൽ ആട്ടോയിൽ ഇട്ടിട്ട് തന്നെ. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. മിക്കവാറും ചില വണ്ടികളുണ്ട്, അതിൻ്റെ വീഡിയോ പറയുന്നു. ഓക്കെ, ഡിയിലിട്ടോണ്ട് വേണ്ട ഇവിടെ ഞെക്കണം, ഇതിനകത്ത് മാനുവലാക്കാം. അപ്പം മാനുവൽ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഞെക്കുമ്പോൾ ആട്ടോ അവിടെ എഴുതി കാണിക്കും. പിന്നെ ഒന്നുകൂടെ ഞെക്കുക, ഞാൻ ഇപ്പോൾ ഞെക്കി ആട്ടോ എഴുതി കാണിക്കുന്നു. അങ്ങനെ സിസ്റ്റം നമുക്ക് മാറ്റാം. ന്യൂട്രൽ നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ, പിന്നെ ഡി മാനുവൽ ആണെങ്കിൽ ഇങ്ങനെ ഡി മാനുവലിലേക്ക് വരും, എഴുതിയിട്ടുണ്ട് വേണ്ടേ. ഓക്കെ, അത് നമ്മൾ മാറ്റി ന്യൂട്രലാക്കി. പിന്നെ റിവേഴ്സ് ഇങ്ങനത്തെ ജസ്റ്റ് ഇങ്ങോട്ടാക്കി റിവേഴ്സ് വേണം. പിന്നെ റിവേഴ്സ് ആഴം, റിവേഴ്സ് മാനുവൽ. അപ്പോൾ 2 റിവേഴ്സ് ന്യൂട്രൽ. അത് മനസ്സിലായോ? ആ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഇഞ്ചൻ ബ്രേക്ക് നമ്മൾ മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചിൻ്റെ സ്റ്റോപ്പറാക്കി. അപ്പോൾ അവിടെ നമുക്കതെല്ലാം എഴുതി കാണിക്കും. പിന്നെ ഇവിടെ ഈ മോഡും പവർ മോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കീഴിലിട്ടതിന് ശേഷം നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. വേണ്ട ഡിയിലേക്കിട്ട് ഇ, അപ്പോൾ ഇവിടെ ഇ എഴുതി കാണിക്കും. ഡിയിലേക്കിട്ട് പി, അപ്പോൾ ഇവിടെ പി എഴുതി കാണിക്കും. അപ്പോൾ അത് നമുക്ക് പവറിലാക്കാം. ഇ ഫോർ എക്കോ ആക്കാം. ഓഫ് റോഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്കിയാൽ മതി.